നമസ്കാരം ഉദ്യോഗാർത്ഥികളെ, ആറ്റം അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആവറേജ് ആണ് മക്കളെ, ശരാശരി. ഓക്കെ, ആവറേജ് നമുക്ക് പല രീതിയിൽ ചെയ്യാം. സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള പോലെ ആവറേജ് ഈക്വൽ ടു സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്നുള്ളതാണ് ഒരു ഇക്വേഷൻ. അതായിരിക്കും പലരും പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ പല പല മെത്തേഡുകൾ, ഡീവിയേഷൻ മെത്തേഡ്, അല്ലെങ്കിൽ ചില ടൈപ്പ് ചോദ്യങ്ങളാണെങ്കിൽ അലിഗേഷൻ മെത്തേഡ്, അങ്ങനെ പല ടൈപ്പ് ചോദ്യങ്ങൾ പല മെത്തേഡ് വെച്ച് നമുക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പൊ ഈ പല പല മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ചോദ്യത്തിലും നമുക്ക് പല പല മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും സ്പീഡ് നമുക്ക് ഉത്തരം കിട്ടാൻ സഹായിക്കുന്നത്. ഓക്കെ, അപ്പം കുറച്ചധികം മെത്തേഡ്സ് ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഡീവിയേഷൻ മെത്തേഡ് ആയിരിക്കും. കൂടുതലും ഡീവിയേഷൻ മെത്തേഡിന്റെ കൺസെപ്റ്റും ഡീവിയേഷൻ മെത്തേഡ് വെച്ച് എങ്ങനെ ചോദ്യങ്ങൾ ചെയ്യാന്നുള്ളത്. പിന്നെ ചില ചോദ്യങ്ങൾ നമ്മൾ ചിന്തിച്ച്, ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിച്ച് നമ്മൾ എടുക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലൊന്ന് പിക്ചറൈസ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. ഇല്ലാത്ത വശം എന്തായിരിക്കും, കുറച്ച് പാടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സെഷനിലേക്ക് നീങ്ങാം. സെഷനിലേക്ക് നീങ്ങുന്നതിന് മുന്നേ തന്നെ കുറെ അധികം കാര്യങ്ങൾ, കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ കാണാതെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ AP അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ വരുന്ന ആവറേജ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് സെഷനിലോട്ട് കടക്കാം. ഓക്കെ, സെഷനിലോട്ട് പോകുമ്പോൾ ആദ്യമേ നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട് ആവറേജ് കണ്ടുപിടിക്കാനായിട്ട്. ഞാൻ ഒരു 4 സെറ്റ് നമ്പേഴ്സ് ഇവിടെ സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ ആവറേജ് കണ്ടുപിടിക്കാനാണത് ഞാൻ ആ ഒരു സ്ലൈഡ് ഇട്ടേക്കുന്നത്. നോക്കിക്കേ, നോക്കാം. അപ്പൊ ഈ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കൊച്ചിലെ തൊട്ട് പഠിച്ചു വരുന്ന ഒരു ഇക്വേഷൻ ആണ് എന്ത്, സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൽ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാം, സാധാ കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമുക്ക് വേണ്ട രണ്ട് സാധനങ്ങളുണ്ട്. എന്താണ്, സമ്മും ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ നമുക്ക് എണ്ണി എടുക്കാവുന്നേ ഉള്ളൂ. 75 ഒന്നാമത്തെ ഒബ്സർവേഷൻ, രണ്ടാമത്തെ ഒബ്സർവേഷൻ, മൂന്നാമത്തെ ഒബ്സർവേഷൻ, നാലാമത്തെ ഒബ്സർവേഷൻ, അഞ്ചാമത്തെ ഒബ്സർവേഷൻ. ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്താണ്, ആദ്യത്തെ കേസിൽ 5 ആണ്. ഇനി നമുക്ക് വേണ്ടത് സം ആണ്, കൂട്ടണം. ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടണം. എളുപ്പത്തിൽ എങ്ങനെ കൂട്ടാം എന്ന് നോക്കാം. നോക്കിക്കേ, 245 ഉണ്ട്. 245 കൂട്ടുമ്പോൾ 90 ആയി. 90ഉം 50 കൂടെ 140 ആയി. 140ഉം ഇവിടെ ഒരു 60 കിടപ്പുണ്ട്. 200 205 ആയി. ഓക്കെ, 205ഉം 5ഉം 210, 280 ആയി. അപ്പൊ നമ്മളെ സം എത്ര? ആവറേജ് ഈക്വൽ ടു സം ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആകുമ്പോൾ സം 580. 580 അല്ലല്ലോ, സോറി, 580 അല്ല, 280 ഡിവൈഡ് ബൈ 5 എത്ര കിട്ടും? 56 എന്ന് കിട്ടും. 56 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് ഡീവിയേഷൻ വെച്ച് ചെയ്യാം. ഡീവിയേഷൻ മെത്തേഡ് വെച്ചിട്ട് ഈ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം, മലയാളത്തിൽ ഡീവിയേഷൻ വ്യത്യാസം. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നമ്പർ ആവറേജ് ആയിട്ട് അസ്യൂം ചെയ്യും. അസ്യൂം എ നമ്പർ ആസ് ആവറേജ്. എന്നിട്ട് അതിന്റെ ഡീവിയേഷൻ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിന്റെ ഡീവിയേഷൻ എടുക്കും, വ്യത്യാസം എടുക്കും, ഓരോന്നിലോട്ടുള്ള വ്യത്യാസം എടുക്കും. എന്നിട്ട് ഡീവിയേഷൻ എന്ത് ചെയ്യും, എല്ലാവർക്കും വീതിച്ചു കൊടുക്കും. ഡീവിയേഷൻ വീതിച്ചു കൊടുക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്ന 3 സ്റ്റെപ്പുകൾ. സ്റ്റെപ്പായിട്ട് ഞാൻ ചുമ്മാ എഴുതിയെന്നേ ഉള്ളൂ, അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്യണ്ട. അപ്പൊ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, അപ്പം നോക്കിക്കേ, ഈ 5 നമ്പേഴ്സ് 75, 45, 65, 45, 50. ഓക്കെ, ഏതെങ്കിലും ഒരു നമ്പർ ആവറേജ് ആയിട്ട് അസ്യൂം ചെയ്യാം. അതിലുള്ള നമ്പർ ആവാം, ചിലപ്പോൾ അതിനെക്കാട്ടി കൂടിയ നമ്പർ ആവാം, ഏത് നമ്പർ വേണമെങ്കിലും ആവാം. പക്ഷെ നമ്മുടെ ഒരു സ്വീകാര്യതയ്ക്ക് വേണ്ടി നമ്മൾ ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു നമ്പർ, അതിൽ തന്നെ ഉള്ളതായാലും മതി. ഓക്കെ, അപ്പൊ ഞാൻ നോക്കിയപ്പം ഇതിന്റെയൊക്കെ ഒരു ആവറേജ് കണക്ക് തോന്നിക്കുന്ന ഒരു നമ്പർ എനിക്ക് 50 ആയിട്ട് തോന്നി. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ആവറേജ് 50 ആയിട്ട് അസ്യൂം ചെയ്തു. ഓക്കെ, ആവറേജ് ഞാൻ എന്തായിട്ട് അസ്യൂം ചെയ്തു? 50 ആയിട്ട് അസ്യൂം ചെയ്തു. ഓക്കെ, ഓരോ നമ്പേഴ്സ് ഏതാണ്? 75, 45, 65, 45, വീണ്ടും 50. ഓക്കെ, ഞാൻ ഡീവിയേഷൻ എടുക്കുകയാണ്. ഡീവിയേഷൻ എന്ന് വെച്ചാൽ വ്യത്യാസം. 50നെ വെച്ച് നോക്കുമ്പോൾ 75 എത്ര വ്യത്യാസമുണ്ട്? 25 കൂടുതലുണ്ട്. ഓക്കെ, ഇനി 45 50നെ വെച്ച് നോക്കുമ്പോഴോ 5 കുറവ്. ഇവിടെയും 5 കുറവ്, കാരണം 2 45 ഇവിടെ 0 ഇല്ലടാ, 50 9 തമ്മിൽ വ്യത്യാസമില്ല. കുറവായതുകൊണ്ട് -5 എന്ന് എഴുതി. ഇനി നോക്കിക്കുക, 65 എടുക്കുമ്പോഴോ 15 കൂടുതൽ.
15 കൂടുതൽ. ഓക്കെ, ഇവിടെ ഒരു 5 കുറവുണ്ട്. ഇവിടത്തെ ആ 15 അപ്പൊ എന്താവും? 10 ആവും. ഇവിടെ ഒരു 5 കുറവുണ്ട്. അപ്പൊ 25 ആവും. എന്താവും? 20 ആവും. ഓക്കെ, അപ്പൊ 20ഉം 10ഉം 30 വ്യത്യാസം ഒന്ന് കിട്ടി. ഓക്കെ, 30 എന്ത് ചെയ്യുക? എല്ലാവർക്കും ആയിട്ട് വീതിച്ചു കൊടുക്കാം. 30 എല്ലാവർക്കും ആയിട്ട് വീതിച്ചു കൊടുക്കാം. 5 പേരുണ്ട് ടോട്ടല്. അപ്പൊ 5 പേർക്കായിട്ട് വീതിച്ചു കൊടുക്കാം. 5 പേർക്ക് വീതിച്ചു കൊടുക്കുമ്പോൾ എത്ര കിട്ടും? 30/5 6 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആവറേജ് എന്താണ്? 50 അല്ല, 50 + 6 = 56 ആണെന്ത്? നമ്മുടെ ആവറേജ്. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് എന്ത്? ഡീവിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ചോദ്യം വരും. അടുത്ത ചോദ്യത്തിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. രണ്ടാമത്തെ ചോദ്യത്തിൽ നോക്കുമ്പോൾ നമ്പേഴ്സ് നോക്കിക്കേ. 102, 98, 89, 114, 100. നൂറിനോട് അടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ 100 കുറഞ്ഞു കിടക്കുന്ന നമ്പേഴ്സ് ഒക്കെയാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്. അപ്പൊ നമുക്ക് 100 എന്തായിട്ട് എടുക്കാം? ആവറേജ് ആയിട്ട് അസ്യൂം ചെയ്യാം. 100 എടുത്തു, ഞാൻ 100 ആവറേജ് ആയിട്ട് അസ്യൂം ചെയ്തു. 100 ഇവിടെ കിടപ്പുണ്ട്, അപ്പം ഡീവിയേഷൻ ഇല്ല. ഓക്കെ, ഇവിടെ ഒരു 2 കൂടുതലുണ്ട്, 102. ഇവിടെ 2 കുറവ്, അപ്പൊ അത് രണ്ടൊന്നും ക്യാൻസൽ ആയി പോകില്ലേ? ഓക്കെ, ഇനി നോക്കി, ഇവിടെ ഒരു 14 കൂടുതൽ, ഇവിടെ ഒരു 11 കുറവ്, അപ്പൊ എത്രയായി? 3 കൂടുതൽ എന്നുള്ള രീതി. അപ്പൊ ഡീവിയേഷൻ എത്രയാണ്? +3. അപ്പൊ 100 + 3 / 5. ഓക്കെ ആണോ? ഓക്കെ, 3/5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 3 / 5 എന്ന് പറയുമ്പോൾ 0.6 കിട്ടും. അപ്പൊ നമ്മുടെ ആവറേജ് എത്രയാണ്? 100.6. അപ്പൊ ഇങ്ങനെ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോങ് റണ്ണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്പീഡ് കൂട്ടിയെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 73, 65, 97, 78, 79. ഓക്കെ, നമുക്കൊരു 80 ആവറേജ് ആയിട്ട് എടുക്കാം. 80 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 17 കൂടുതൽ, ഇവിടെ 8 കൂടുതൽ, ഇവിടെ 1 കുറവ്, ഇവിടെ 15 കുറവ്, ഇവിടെ 7 കുറവ്. 7 കുറവും 8 കുറവും അതെന്തായി? 1 കൂടുതലായി. ഓക്കെ, ഇവിടെ ഒരു 1 കുറവുണ്ട്, അപ്പൊ അതെല്ലാം പോയി. പിന്നെ ഉള്ളത് നോക്കുമ്പോൾ 2 കൂടുതൽ. നമ്മൾ ആവറേജ് 80 ആയിട്ടാണ് എടുത്തത്, പക്ഷെ 80 അല്ല, 80 + 2/5. എക്സ്ട്രാ കിട്ടിയ ഡീവിയേഷൻ 2 ആണ്. 2 / 5. അപ്പൊ ആവറേജ് എത്ര വരും? 80.4 എന്ന് വരും. ഓക്കെ, അടുത്ത സെറ്റ് ഓഫ് നമ്പേഴ്സ് എടുക്കുമ്പോൾ നോക്കിക്കേ. അവിടെ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? 200 അല്ലെങ്കിൽ 200-ന്റെ ചേർന്ന് നടക്കുന്ന നമ്പേഴ്സ്. ഓക്കെ, 200 എടുക്കേണ്ട, ഡീവിയേഷൻ ഇല്ല. ഇവിടെ 2 കൂടുതല്, ഇവിടെ 3 കുറവ്, 2 കൂടുതല് 3 കുറവ്, അപ്പം 1 കുറവെന്നായി. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ 11 കുറവ്, ഇവിടെ 10 കൂടുതൽ, 210. ഓക്കെ, വീണ്ടും 1 കുറവ്, അപ്പൊ 2 കുറവെന്ന് കിട്ടി. 2 കുറവ്. നമ്മൾ 200 ആണ് എടുത്തത്, പക്ഷെ 200 അല്ല, 2 കുറവ്. 2/5 എന്ന് വെച്ചാൽ 0.4 ആണ്. അപ്പം 200 0.4 കുറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? 199.6. അപ്പൊ ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് റാൻഡം ആയിട്ട് എഴുതിയിട്ട് നിങ്ങൾ ഡീവിയേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്പേഴ്സിന്റെ ആവറേജ്, ഡീവിയേഷൻ വെച്ച് നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ഓക്കെ, അപ്പൊ അടുത്ത സ്ലൈഡിലോട്ട് പോകാം നമുക്ക്. അടുത്ത സ്ലൈഡിൽ നമുക്ക് കീ ആയിട്ടുള്ള കുറച്ച് ഷോർട്ട് കട്ട്സ്. ഓക്കെ, ഈ ഷോർട്ട് കട്ട്സുകൾ എല്ലാം ഉപകാരപ്പെടുന്നത് RRB, SSC പഠിക്കുന്ന കുട്ടികൾക്ക്. ബാങ്കുകാർക്ക് ഈ ഷോർട്ട് കട്ട്സ് അധികം ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല, എങ്കിലും പഠിച്ചു വെച്ചേക്കാം. ഏതൊരു കാര്യമായാലും പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ ബാങ്ക് ആസ്പിറന്റ് ആണ്, എന്നിരുന്നാൽ കൂടി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷൻസ് എല്ലാം എനിക്കറിയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തൊട്ടുള്ള നമ്പേഴ്സ്, 1, 2, 3, 4 അങ്ങനെ എക്സെട്രാ അപ് ടു ഇൻഫിനിറ്റി വരെ വരും. അങ്ങനെയുള്ള നമ്പേഴ്സ്, പോസിറ്റീവ് നമ്പേഴ്സിന് പറയുന്ന പേരാണ് എന്ത്? നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ n വരെയുള്ള നാച്ചുറൽ നമ്പർ. അപ്പൊ സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എന്തിട്ട് കൊടുത്താൽ മതി? 10 ഇട്ട് കൊടുത്താൽ മതി. അതാണ് ആ ഇക്വേഷന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വരുവാ n × n + 1/2. എന്താണ്? സം ആണ്. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷൻ നോക്കിക്കേ. ആവറേജ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, നമുക്കറിയാം എന്ത്? ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അങ്ങനെ ഇരിക്കെ നോക്കിക്കേ, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ആവറേജ് വേണമെങ്കിൽ അതിന്റെ സം വേണം. അപ്പൊ എന്ത് വരും? n × n + 1/2 എഴുതുക. അതാണ് എന്ത്? സം എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി ഒരു ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എൻ അല്ലേ, എൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് കിട്ടില്ലേ. അപ്പൊ ഈ എന്നും വെട്ടിപ്പോയിട്ട് ലാസ്റ്റ് എന്ത് കിട്ടും, n+1/2. ആ n+1/2 ആണെന്ത് അവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്യാം. ഈ രണ്ട് ഇക്വേഷനും പഠിക്കാം. അപ്പം ചിലപ്പം SSC-കാർക്ക് ചോദ്യം വരും, എന്താണ് ആവറേജ് ഓഫ് ഫസ്റ്റ് 100 നമ്പർ. ഫസ്റ്റ് 100 നമ്പറിന്റെ ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എന്നിന് വരെ 100. അപ്പൊ എന്ത് വരും ആവറേജ് 101/2 50.5 ഒറ്റയടിക്ക് എഴുതും. ഓക്കെ, ഫസ്റ്റ് 70 നാച്ചുറൽ നമ്പേഴ്സിന്റെ ആവറേജ് വേണമെന്ന് വെച്ചാൽ 70+1 71ന്റെ പകുതി, 70ന്റെ പകുതി 35, 1ന്റെ പകുതി അര. അപ്പൊ എത്ര കിട്ടും, 35 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഇക്വേഷൻ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ സംഭവം പറഞ്ഞു. അടുത്ത സ്ക്വയേഴ്സിന്റെ, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സിഗ്മ n സ്ക്വയർ എന്ന് ഡിനോട്ട് ചെയ്യും. സിഗ്മ n സ്ക്വയർ അതൊന്നും അറിയണമെന്നില്ല. എന്താണ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അങ്ങനെ സം എടുക്കുന്നതിന് പറയുന്നവരാണത് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ അവിടെ തുടങ്ങുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും, 1 വെച്ചിട്ടായിരിക്കും. അത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും കിടക്കുക. ഓക്കെ, അപ്പൊ അതിനുള്ള ഇക്വേഷൻ ആണെന്ത്, n ഇൻറ്റു n+1 ഇൻറ്റു 2n+1 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, അതേപോലെ തന്നെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. ആവറേജ് വരുമ്പോൾ എന്ത് വരും, ഈ ഒരു ഇക്വേഷന് എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷന് n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2n+1 ഡിവൈഡ് ബൈ 6നെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ n ക്യാൻസൽ ആയിപ്പോയിട്ട് എന്ത് കിട്ടും, n+1 ഇൻറ്റു 2n+1 ഡിവൈഡ് ബൈ 6. അതാണ് എന്ത്, ഈ ആവറേജ് ഇക്വേഷൻ. ഓക്കെ, അങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരില്ല. ഓക്കെ, മനസ്സിലാക്കി പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങളെല്ലാം എന്ത് തന്നെ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത എന്താണ്, സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ. ക്യൂബ്സിന്റെ സം. ഓക്കെ, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ക്യൂബ്. അത് പഠിക്കാൻ ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മൾ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം പഠിച്ചു, അതിന്റെ ഫുൾ സ്ക്വയർ, അതായത് n ഇൻറ്റു n+1 ഇൻറ്റു n+1/2 ദ ഹോൾ സ്ക്വയർ. ഇതിന്റെ ഹോൾ സ്ക്വയർ ആണത് ക്യൂബിന്റെ സം എന്ന് പറയുന്നത്. നോക്കിയേ, n സ്ക്വയർ, ആ n സ്ക്വയർ നടക്കുന്നത് n+1 ദ ഹോൾ സ്ക്വയർ ബൈ 2 സ്ക്വയർ 4. അതാണെന്ത് ഇത്. അപ്പൊ ഇതിന്റെ സ്ക്വയർ ഒന്ന് ഓർത്ത് വെച്ചിട്ട് മതി. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷനിലും എന്ത് ചെയ്യുക, ആവറേജ് കണ്ടുപിടിക്കാനാണെങ്കിൽ n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. n കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താവും, n ഇൻറ്റു n+1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4 ആണ്. ഓക്കെ ആണോ? ഇത്രയും ഷോർട്ട് കട്ട് മസ്റ്റ് ആയിട്ട് കാണാതെ പഠിച്ചു വെച്ചിരിക്കുക, ഉപകാരപ്പെടും. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചില പ്രിലിംസിനൊക്കെ നേരത്തെയാണ് പഴയ പാറ്റേണിലാണ് കൂടുതലും കണ്ടു വന്നിട്ടുള്ളത്, എങ്കിലും പുതിയ പാറ്റേണിൽ ചോദിച്ചുകൂടാ എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ഷോർട്ട് കട്ട് അറിയാമെങ്കിൽ ഒറ്റയടിക്ക് ഇട്ട് കൊടുത്ത് കണ്ടുപിടിക്കാം. ഷോർട്ട് കട്ട് അറിഞ്ഞുകൂടാത്തവർക്കാണെങ്കിൽ ഇതെല്ലാം കൂട്ടി വരുമ്പോൾ തന്നെ കുറെ ടൈം എടുക്കും. ഓക്കെ, ഫസ്റ്റ് 100 എന്നൊക്കെ പറഞ്ഞാൽ എന്തോരം കൂട്ടണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യത്തിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം വായിച്ചു നോക്കിക്കേ. ഫൈൻഡ് ദി ആവറേജ് ഓഫ് ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ ആണ് ആദ്യത്തെ ചോദ്യം. നമുക്കറിയാം ആവറേജ് ഓഫ് ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സിന്റെ ഇക്വേഷൻ എന്താണ്, n+1/2 കൂടാ മക്കളെ, n+1/2. അങ്ങനെയാണെങ്കിൽ 50+1/2, അതായത് 51ന്റെ പകുതി എത്ര കിട്ടും, 25. സിമ്പിൾ ആണ്, ഇത്ര സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം വായിച്ചു നോക്കാം. രണ്ടാമത്തെ ചോദ്യം വായിച്ചു നോക്കുമ്പോൾ ഫൈൻഡ് ദി സം ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് 18 നാച്ചുറൽ നമ്പർ. ഫസ്റ്റ് 18 നാച്ചുറൽ നമ്പേഴ്സിന്റെ ക്യൂബിന്റെ സം. ക്യൂബിന്റെ ഇക്വേഷൻ എന്താണ്, n ഇൻറ്റു n+1/2 ദ ഹോൾ സ്ക്വയർ. n ഇൻറ്റു n+1/2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ 18, എന്നിന് വരെ 18 ഇൻറ്റു 18+1 19/2 ആകുമ്പോൾ ഇത് വെട്ടിക്കൂടെ, ഇതിന്റെ ഹോൾ സ്ക്വയർ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്ത് വരും, 81. 9 സ്ക്വയർ എന്ന് വെച്ചാൽ 81 ആണ്. 19 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 361 ആണ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, ഇതെങ്ങനെ എളുപ്പത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 361 ഇൻറ്റു 81, 1 ഇൻറ്റു 1 1. ഞാൻ 36നെ ഒറ്റ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ബട്ടർഫ്ലൈ മെത്തേഡ്, ക്രോസ് മൾട്ടിപ്ലൈ. 36 ഇൻറ്റു 1 36, 8 ഇൻറ്റു 1 8. അപ്പൊ 36 8 എത്ര കിട്ടും, 44 എന്ന് കിട്ടും. 4 എഴുതി, 4 റിമൈൻഡർ.
ഓക്കെ, അടുത്ത നമുക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻ 36 ഇൻറ്റു 8 ആണ്. ഓക്കെ, 30 ഇൻറ്റു 8 240 ആണ്. 6 ഇൻറ്റു 8 48 ആണ്. 8 8 2 പിന്നെ ഒരു 4 റിമൈൻഡർ. ഓക്കെ, അപ്പൊ കൂട്ടുമ്പോ എത്ര ആവും? ഇവിടത്തെ 4 അത് ഞാൻ ഒറ്റയടി കൂട്ടുന്നേ ഉള്ളൂ. ഓക്കെ, കൂട്ടുമ്പോൾ 292 എന്നാവും. അപ്പൊ ആ 292 കൂടെ ഇല്ല. അപ്പൊ നമ്മുടെ ആ ക്യൂബിന്റെ സം എത്ര കിട്ടി? 29241. 29241. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം നോക്കുമ്പോൾ അവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? മൂന്നാമത്തെ ചോദ്യത്തില് ആവറേജ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 36 നാച്ചുറൽ നമ്പേഴ്സ്. സ്ക്വയേഴ്സിന്റെ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? n+1 ഇൻറ്റു 2n+1 ഡിവൈഡ് ബൈ 6 അല്ലേടാ മക്കളെ? n+1 എന്ന് പറയുമ്പോൾ 36 നാച്ചുറൽ നമ്പേഴ്സിന്റെ ആവറേജ് ആണ്. n+1 എന്ന് പറയുമ്പോൾ 37 ആവും, ഇൻറ്റു 73 വരും. 36 72 ഇൻറ്റു 72+1 73 ഡിവൈഡഡ് ബൈ 6 ഇത് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ 37 ഇൻറ്റു 73 ചെയ്യണം. 7 ഇൻറ്റു 3 21 ആണ്. 2 റിമൈൻഡർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ബട്ടർഫ്ലൈ മെത്തേഡ്. 9 49 56 അല്ലെ? 9 49 56 അല്ല, സോറി 58. 58 2 60. അപ്പൊ 6 റിമൈൻഡർ വരും. പിന്നെ ഇവിടെ 21 വരും. 21 6 27. അപ്പം നമ്മുടെ ആൻസർ എത്ര വരും? 2701 ഡിവൈഡ് ബൈ 6. ഇത് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഇതൊരു ഡെസിമൽ വാല്യൂ ആയിരിക്കും. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നോക്കിക്കേ. സം ഓഫ് സ്ക്വയേഴ്സ്. സം ആണ്, ആവറേജ് ചോദിച്ചു. അടുത്ത ചോദിച്ചിരിക്കുന്നത് സ്ക്വയേഴ്സ് ആണ്. ഓക്കെ, സ്ക്വയേഴ്സിന്റെ വരുമ്പോ ഇക്വേഷൻ എന്താണ്? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 24 നാച്ചുറൽ നമ്പേഴ്സ് n ഇൻറ്റു n+1 ഇൻറ്റു 2n+1 ഡിവൈഡ് ബൈ 6. അവിടെ n വരെ എന്ത് വരും? 24 വരും. ഇവിടെ 25 n+1 എന്ന് പറയുമ്പോൾ 24+1. ഇനി ഇവിടെ എന്ത് വരും? 49 ഡിവൈഡ് ബൈ 6. നോക്കിക്കേ, 6 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്തായി? 4 ആയി. ഓക്കെ, ഇത് എളുപ്പത്തിൽ മൾട്ടിപ്ലൈ. 25 ഇൻറ്റു 4 എത്രയാണെന്നറിയാം? 100 ആണെന്നറിയാം. അപ്പൊ 100 ഇൻറ്റു 49 എത്ര കിട്ടും? 4900. ആൻസർ ഒറ്റയടിക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ആൻസർ എത്ര വരും? 4900. ഓക്കെ, അടുത്ത 5th ചോദ്യം നോക്കിക്കേ. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മിന്റെ ഇക്വേഷൻ എന്താണ്? n നമ്പർ ആകുമ്പോൾ n ഇൻറ്റു n+1/2 അല്ലെ? സം അല്ലേ? അപ്പൊ ഇവിടെ ആകുമ്പോൾ 100 ഇൻറ്റു 100+1 1/2. പെട്ടെന്ന് എന്ത് കിട്ടും? 50. 50 കൊണ്ട് 101 മൾട്ടിപ്ലൈ ആണ്. നോക്കിക്കേ, 50 ഒരു 1 ഡിജിറ്റ് നമ്പർ ആണെന്ന് സങ്കല്പിക്കുക. 50 ഇൻറ്റു 1 എത്ര കിട്ടും? 50. 0 എഴുതി, റിമൈൻഡർ 5. 50 ഇൻറ്റു 0 അപ്പം 50 എന്ന് വരും. പിന്നെ വീണ്ടും 50 55050. ഇങ്ങനെ ഒറ്റയടിക്ക് ചെയ്യാം. എങ്ങനെയാ? 101 ഇൻറ്റു 50. 50 ഇൻറ്റു 1 50 ആണ്. അപ്പൊ ആ 0 എഴുതി, 5 റിമൈൻഡർ ക്യാരി ഓവർ ആവും. 50 ഇൻറ്റു 0 0 ആണ്. അപ്പൊ ആ 5 റിമൈൻഡർ മാത്രം വരും. വീണ്ടും 50 എടുക്കുക. 50 ഇൻറ്റു 1 50. അങ്ങനെയാണ് ഞാൻ ഈ ഉത്തരത്തിലോട്ട് എത്തിയത്. ഓക്കെ, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം. 17ന്റെ ഒക്കെ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ 17ന്റെ ഒക്കെ ടേബിൾ ഇത് കണക്ക് പോവാം. അങ്ങനെ എത്ര വരെ? മാക്സിമം ഒരു 20 വരെ എല്ലാവരും ടേബിൾ പഠിച്ച് വെച്ചേക്കാം. അത് 30 ആക്കാൻ പറ്റി കഴിഞ്ഞാൽ നല്ലത്. കാരണം എന്താ? കുറെ പ്രൈം നമ്പേഴ്സ് വരും. 37 പ്രൈം നമ്പർ ആണ്, 31 പ്രൈം നമ്പർ ആണ്. അതിന്റെയൊക്കെ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, ലാസ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. ഈ ഒരു സെറ്റിലെ, അതായത് ഈ ഷോർട്ട് കട്ട് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസിലെ സെറ്റിലെ ലാസ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, അവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദി ആവറേജ് ഓഫ് ക്യൂബ്സ് ഓഫ്. ക്യൂബ്സിന്റെ ആവറേജ്. ക്യൂബ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ക്യൂബ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കാനുള്ള n ഇൻറ്റു n+1 ബൈ +1/2 ദ ഹോൾ സ്ക്വയറിന് നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ബൈ n ചെയ്തു. അപ്പൊ എന്ത് ഇക്വേഷൻ എന്തായിട്ട് മാറും? n ഇൻറ്റു n+1 ദ ഹോൾ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. അതിനകത്ത് എന്തിട്ട് കൊടുക്കുക? 20 ഇട്ടു. അപ്പൊ എന്ത് വരും? 20 ഇൻറ്റു 20+1 21 സ്ക്വയർ ബൈ 4. ഇത് 5 ആയില്ലേ? നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ. 5 ഇൻറ്റു എത്ര ചെയ്താൽ മതി? 441 ചെയ്താൽ മതി. 1 ഇൻറ്റു 5 5 20 വരും. 2 റിമൈൻഡർ. ആൻസർ എത്ര കിട്ടി? 2204. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഷോർട്ട് കട്ട് ബേസ് ചെയ്തിട്ടുള്ള, ഇത്രയും ഷോർട്ട് കട്ട് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പൊ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ അല്ല, സോറി, അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവാം. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പൊ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലോട്ട് കടക്കാം. ഓക്കെ, എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ
എന്നുള്ളത് ആദ്യമേ നോക്കാം. ഓക്കെ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു പാറ്റേൺ, പർട്ടിക്കുലർ ഒരു പാറ്റേൺ ആണ്. എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ടേം ആഡ് ചെയ്ത് പോകുന്ന ഒരു പാറ്റേൺ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ നോക്കിക്കേ. 4, 7, 10, 13, 16, 19, 22. എന്താണ്? 3 കൂടി പോവാണ്. അപ്പം ഒരു പർട്ടിക്കുലർ ടേം കാണും, ഫസ്റ്റ് ടേം കാണും, അതിന്റെ കൂടെ 3 കോമൺ ഡിഫറൻസ് ആയ 3 കൂടി പോകും. അപ്പം കൂട്ടി പോകുന്ന സാധനത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കോമൺ ഡിഫറൻസ് എന്ന് പറയും. കോമൺ ഡിഫറൻസ്. ഇത് ഫസ്റ്റ് ടേം, ഈ ഒരു എ പിയിൽ എത്ര ടേംസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. അപ്പൊ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 7 എന്ന് പറയാം. ഇതെന്താണ്? ലാസ്റ്റ് ടേം ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു എ പിയുടെ ഒരു പ്രത്യേകത നോക്കിക്കേ. ഈ എ പിയുടെ പ്രത്യേകത, നിങ്ങളൊന്ന് എ പിയുടെ ആവറേജ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും, 13 എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്തോണ്ടാ മതി. ഓക്കെ, അപ്പൊ ഈ എ പിയിൽ 7 ടേം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു ഓഡ് നമ്പർ ഓഫ് ടേംസ് ഉള്ള എ പി ആണ്. ഓഡ് നമ്പർ ഓഫ് ടേംസ് ഉള്ള ഒരു എ പി ആണ്. ഓക്കെ, അതിനകത്ത് ഈ 13 തന്നെ വന്നത് ആവറേജ്. ഈ 13 എന്താണ്? മിഡിൽ ടേം ആണ്. 13 എന്താണ്? മിഡിൽ ടേം ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു ചെയ്യുക. ഒരു എ പി വിത്ത് ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ, അതിന്റെ ആവറേജ് എന്തായിരിക്കും? അതിന്റെ മിഡിൽ ടേം ആയിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറയാം നോക്കിക്കേ. ഈ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേം കൊടുത്തേ, അതിന്റെ സം എത്ര? 4 + 22, 26. 26ന്റെ പകുതി എന്ത് തന്നെയാണ്? ആവറേജ് ആയ 13 ആണ്. വേറെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, സെക്കൻഡ് ടേമും സെക്കൻഡ് ലാസ്റ്റ് ടേമും അതും എത്ര വന്നു? സമ്മ് 26 വന്നു. 26ന്റെ പകുതി 13 ആണ്. നോക്കിക്കേ, തേർഡും തേർഡ് ലാസ്റ്റും. അപ്പൊ അങ്ങനെ ഒരു പാറ്റേൺ എപ്പോഴും എന്ത് ചെയ്യും? എ പി ഫോം ചെയ്യും. ഇത് ഓഡ് നമ്പർ ഓഫ് ടേംസിന്റെ കാര്യത്തിൽ. ഓക്കെ ആണോ? ഇനി അതേസമയം ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ്. ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ നോക്കിക്കേ, രണ്ടാമത്തെ എക്സാമ്പിൾ എന്താണ്? ഈവൻ നമ്പർ ഓഫ് ടേംസിന്റെ എക്സാമ്പിൾ ആണ്. 13, 8, 23, 28, 33, 38. ഓക്കെ, എത്ര ടേംസ് ഉണ്ട്? 6 ടേംസ് ഉണ്ട്. 6 ടേംസ് ആണെങ്കിൽ നടുക്കുള്ള 2 നമ്പറിന്റെ ആവറേജ്, നടുക്ക് ഒറ്റ സംഖ്യയായിട്ട് കിട്ടില്ല. അപ്പൊ എന്താണ്? നടുക്ക് 2 ടേം വരും, മിഡിൽ 2 ടേംസ്. അപ്പൊ 23ഉം നമുക്ക് 28ഉം കൂടെ കൂട്ടുമ്പോൾ 51 എന്നിട്ട് 51ന്റെ പകുതി എത്രയാണ്? 25. അപ്പൊ അവിടുത്തെ ആവറേജ് എന്താണ്? 25. ഓക്കെ ആണോ? ഇനി നമ്മൾ എ പി പഠിച്ചു. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യമുണ്ട്. എന്താണ്? സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? 1, 2, 3, 4, 5 അങ്ങനെ. ഇതും എന്ത് തന്നെയാണ്? ഒരു എ പി തന്നെയാണ്. സം ഓഫ് ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 100 വരെ ഉള്ള നമ്പേഴ്സിന്റെ സം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2 ചെയ്യുമ്പോൾ എത്ര ഇട്ടൂടാ? 51. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. ഓക്കെ, നമ്മൾ ചിന്തിക്കുന്ന രീതി കണക്കിരിക്കും. ഓക്കെ, അപ്പൊ ഇക്വേഷൻ കാണാതെ പഠിച്ചില്ലെന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ ചിന്തിച്ചാലും മതി. ഓക്കെ, ആ സമ്മിന്റെ കേസിൽ. പക്ഷേ സ്ക്വയേഴ്സിന്റെ കേസിൽ അത് നമുക്ക് അറിയില്ല, ഇക്വേഷൻ പിടിച്ചു വരും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. ഇതൊരു ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ SSCക്കും വരും, ബാങ്കിനും വരും. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ. എ പിയുടെ ആവറേജ് ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ മിഡിൽ ടേം ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ്? ഫസ്റ്റ് ടേമിന്റെ ലാസ്റ്റ് ടേമിന്റെ ആവറേജ് ആയിരിക്കും. ഇനി ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിലോ മിഡിൽ ടേംസിന്റെ ആവറേജ്, അല്ലെങ്കിൽ ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം. അവിടെ ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം എല്ലായിടത്തും കോമൺ ആണ്. ഓക്കെ, ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം, അല്ലെങ്കിൽ സെക്കൻഡ് ടേം സെക്കൻഡ് ലാസ്റ്റ് ടേം, അങ്ങനെയൊക്കെ പറയാം, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? ആ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ, ഫൈൻഡ് ദി ആവറേജ് ഓഫ് ഫസ്റ്റ് 7 മൾട്ടിപ്പിൾസ് ഓഫ് 13. ഫസ്റ്റ് 7 മൾട്ടിപ്പിൾസ് ഓഫ് 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? നോക്കിക്കേ, 13, 26, 39, പിന്നെ എന്ത് വരും? 39 ഫോർത്ത് ടേം എന്ന് പറയുമ്പോൾ എത്ര വരും? 52, 65, 78. ഇപ്പൊ എത്ര ടേം ആയി? 6. 78, അടുത്ത 91. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് ആവറേജ് ആണ്. 7 ടേംസ് ഇല്ലേ? അപ്പൊ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം, 7 ടേംസ് ഉണ്ട്. 7 ടേംസ് ആകുമ്പോൾ നടുക്ക് വരുന്ന ടേം എന്തായിരിക്കും? ഫോർത്ത് ടേം ആയിരിക്കും. അപ്പൊ 4 × 13, 52 ഒറ്റയടി കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ടേംസ് എഴുതേണ്ടി വരും. ഏറ്റവും എളുപ്പം എന്താണ്? 7 ടേംസ് ഉണ്ട്, 13ന്റെ മൾട്ടിപ്പിൾ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്തായാലും എന്താണ്?
ഒരു AP ഫോം ചെയ്യും. അത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? മിഡിൽ ടേംസ് വരും. ഓക്കെ, മിഡിൽ ടേം 52 അല്ലേടാ? അപ്പൊ 52. അടുത്ത നോക്കിക്കേ, ഫൈൻഡ് ദി ആവറേജ് ഓഫ് 35, 42, 49, 56, 63. ഇതെല്ലാം തന്നെ എന്താണ്? 7ന്റെ മൾട്ടിപ്പിൾസ് ആണ്, കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ. 5 ടേം ഉണ്ട്, സോ മിഡിൽ ടേം 49 ആമത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം 1, 2 ചെയ്തു. മൂന്നാമത്തെ ചോദ്യം, ഇൻ ആൻ AP ഹാവിംഗ് 19 ടേംസ്, APയിൽ 19 ടേംസ് ഉണ്ട്, സോ മിഡിൽ ടേം എന്തായിരിക്കും? 10th ടേം അല്ലെ? 10th ടേം ആയിരിക്കും എന്ത്? മിഡിൽ ടേം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, ഫൈൻഡ് ദി ആവറേജ് ഇഫ് സെക്കൻഡ് ടേം ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് ടേം. സെക്കൻഡ് ടേമും സെക്കൻഡ് ലാസ്റ്റ് ടേം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവറേജ് ആയിരിക്കും. നോക്കിക്കേ, 90 കിട്ടും. 90ന്റെ പകുതി എത്രയാണ്? 45 ആവറേജ്. ഈ കൺസെപ്റ്റുകളെല്ലാം നമുക്ക് അറിയാം. ഓക്കെ, ഇനി അടുത്ത ചോദിച്ചേക്ക് നോക്കിക്കേ, ഫൈൻഡ് ദി ആവറേജ് ഓഫ് ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 17. ഫസ്റ്റ് 5 ഡിഫറൻസ് ഓഫ് ആവറേജ്, ഡിഫറൻസ് ഓഫ് ആവറേജുകളുടെ ഡിഫറൻസ് ആണ് ഇതിന്റെയൊക്കെ. ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 17ഉം ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 13ഉം. അപ്പൊ ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 17ന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ തേർഡ് മൾട്ടിപ്പിൾ ആണ്, 3 into 17. അതിന്റെയും 3 into 13ന്റെ ഡിഫറൻസ് വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 17 മൈനസ് 13, 4 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 12. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സെഷൻ മീൻസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻ ആൻ AP ഓഫ് 5 ടേംസ്, ലാസ്റ്റ് ടേം 19 ആണ്, ആവറേജ് 13. ഫസ്റ്റ് ടേം കണ്ടിരിക്കണം. നമുക്കറിയാം എന്ത്? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമിന്റെയും ആവറേജ് ആണെന്ത്? ഏതാ? APയുടെ ആവറേജ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേമിന്റെ ലാസ്റ്റ് ടേമിന്റെ സം എന്ത് വരും? ഫസ്റ്റ് ടേം X ആണെങ്കിൽ ലാസ്റ്റ് ടേം 19. ഓക്കെ, അതിന്റെ സം എത്ര വരും? ഇതിന്റെ ഇരട്ടി 26. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം എത്ര വരും? ഇവിടെ 19 അപ്പുറത്ത് പോയ പോലെ എത്ര കിട്ടും? 7 കിട്ടും. അപ്പൊ ഫസ്റ്റ് ടേം എത്രയാണ്? 7. ഓക്കെ, അപ്പൊ ഇങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ, ഈ ഒരു കൺസെപ്റ്റുകൾ അറിയാമെങ്കിൽ പെട്ടെന്ന് ഷടയും ചെയ്തു പോവാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തായിരിക്കും? ആവറേജിൽ അല്ലാണ്ട് വരുന്ന വേർഡ് പ്രോബ്ലംസ് ആയി, അത് ഡീവിയേഷൻ വെച്ച് വേറെ മെത്തേഡ്സ് വെച്ചൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, സെഷനിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം നോട്ട് ചെയ്യുക. ദി ആവറേജ് വെയിറ്റ് ഓഫ് 5 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. 5 സ്റ്റുഡൻസിന്റെ ആവറേജ് വെയിറ്റ് എത്രയാണ്? 35 ആണ്. സ്റ്റുഡൻസിന്റെ ആവറേജ് വെയിറ്റ് 35. ഇഫ് ദി വെയിറ്റ് ഓഫ് ടീച്ചർ ഇൻക്ലൂഡ്, ടീച്ചറിന്റെ വെയിറ്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? 40 ആവും. ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ 40 ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ടീച്ചറിന്റെ വെയിറ്റ് കണ്ടുപിടിക്കണം. വെയിറ്റ് ഓഫ് ദി ഫൈൻഡ് ദി വെയിറ്റ് ഓഫ് ടീച്ചർ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇതിനായിട്ട് ചെയ്യുന്ന സ്റ്റെപ്പുകൾ നമ്മൾ കൺവെൻഷനലി ചെയ്യുകയാണെങ്കിൽ എന്താണ്? ആദ്യത്തെ ഒരു ചോദ്യമായിട്ട് തന്നെ നമ്മൾ കൺവെൻഷനലി കൂടെ പറയാണ്. ഓക്കെ, ആദ്യം 5 സ്റ്റുഡൻസിന്റെ ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കണം. ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു, ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പൊ ഇവിടെ എന്താണ്? സ്റ്റുഡൻസിന്റെ വെയിറ്റ് ആയതുകൊണ്ട് തന്നെ സം ഓഫ് ഓൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താവും? ടോട്ടൽ വെയിറ്റ് ആവും. സ്റ്റുഡൻസിന്റെ ടോട്ടൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആവും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വെയിറ്റ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് കേസിൽ എന്താണ്? സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് കേസിൽ സ്റ്റുഡൻസ് മാത്രമുള്ള കേസ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വെയിറ്റ് എന്തായിരിക്കും? സ്റ്റുഡൻസിന്റെ മാത്രം വെയിറ്റ്. ടോട്ടൽ വെയിറ്റ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ആവറേജ് ഓഫ് സ്റ്റുഡൻസ് 35 into 5. 35 into 5 എത്ര കിട്ടും? 150, 25, 75 എന്ന് 175 എന്ന് കിട്ടും. ഓക്കെ, 175 എന്ന് കിട്ടും. ഈ ടീച്ചർ കൂടെ വരുമ്പോ എന്തായി? ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ കൂടി, 5 എന്നുള്ളത് എന്തായി? 6 ആയി. അപ്പൊ അവിടുത്തെ ടോട്ടൽ വെയിറ്റ് ഓഫ് സ്റ്റുഡന്റ് പ്ലസ് ടീച്ചർ എന്ന് പറയുന്നത് എന്ത് വരും? 40 ആവറേജ് into 6 പേര്. എത്ര കിട്ടി? 200. ഈ ഒരു വെയിറ്റിൽ ഉണ്ടാവാനുള്ള ചേഞ്ച് എന്താണ്? അവിടെ ഇവിടെ അഡീഷണൽ ആയിട്ട് എന്തുണ്ട്? ടീച്ചറിന്റെ വെയിറ്റ് ഉണ്ട്. അപ്പൊ 240 നമുക്ക് 175 കുറച്ച് കഴിഞ്ഞാൽ 240 175 കുറച്ച് കഴിഞ്ഞാൽ ആരുടെ വെയിറ്റ് കിട്ടും? ടീച്ചറിന്റെ വെയിറ്റ് കിട്ടും. അപ്പൊ ടീച്ചറിന്റെ വെയിറ്റ് എത്രയാണ്? 40 25 65 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇത് കൺവെൻഷനൽ ആയിട്ട് ചെയ്യുന്ന മെത്തേഡ്. ഇനി നമുക്ക് എങ്ങനെ ഡീവിയേഷൻ വെച്ച് ചെയ്യാം? ഓക്കെ, അപ്പൊ അതിനായിട്ട് ആദ്യം വേണ്ടത്, സാറിപ്പം കുറച്ച് കാര്യങ്ങൾ പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? തിങ്ക് ചെയ്ത് നോക്കാം. സാറ് പറയുന്നത് നിങ്ങൾ തിങ്ക് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ സാറ് വരും ഡമ്മിയാണ്. അപ്പം ഇവിടെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും വിചാരിച്ചാൽ മാത്രമേ ഒരു ഡീവിയേഷൻ മെത്തേഡ് പഠിക്കാൻ പറ്റുള്ളൂ. ഈ ഡീവിയേഷൻ മെത്തേഡ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. കാരണം
നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത്. ചുമ്മാ നമ്മൾ പേപ്പർ എഴുതി പോകുന്നില്ല. നമ്മൾ ഒറ്റയടിക്ക് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു 15 സെക്കൻഡ്സിൽ ഉത്തരം കിട്ടണം എന്നുള്ള രീതിക്ക് അപ്രോച്ച് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഡീവിയേഷൻ ആണ്. പക്ഷെ പഠിക്കാൻ പാടാണ്. ചിലപ്പോൾ നിങ്ങൾ 2 മാസം എടുക്കും, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് കിട്ടും. ആ ഒരു സാധനം ഗ്രാസ്പ് ചെയ്തെടുക്കുക. ഗ്രാസ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് എളുപ്പം. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയേ, ഇവിടെ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 5 സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ എൻ്റെ ഒരു ഹാൻഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യാണ് 5 സ്റ്റുഡൻസ്. 5 സ്റ്റുഡൻസിനെ ഞാൻ ഈ 5 ഫിംഗേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, 5 പേരുടെ ആവറേജ് എത്രയാണ്? 35 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും 35. ഇയാൾക്ക് 35, ഇയാൾക്ക് 35, ഇയാൾക്ക് 35, ഇയാൾക്ക് 35, ഇയാൾക്ക് 35. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്? കഥയിലോട്ട് ടീച്ചർ ഇൻക്ലൂഡ് ചെയ്യാണ്. അപ്പൊ ടീച്ചറൂടെ വരാണ്. ടീച്ചറൂടെ വരുമ്പോ ആവറേജ് 40 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും 40 ഉണ്ട് എന്നുള്ള മീനിങ് അല്ലേടാ. പക്ഷെ യഥാർത്ഥത്തിൽ ഉണ്ടോ? ഇല്ല. പക്ഷെ ആയി. ആര് കാരണം? ടീച്ചർ കാരണം എല്ലാവർക്കും 40 ആയി. അപ്പൊ ടീച്ചർ വന്നപ്പോ 40 ആയി മീൻസ് ടീച്ചറിന് എന്തായാലും 40 ഉണ്ട്. ടീച്ചറിന് എന്തായാലും 40 ഉണ്ട്. അത് ഞാൻ ഇവിടെ എഴുതാം. ടീച്ചറിന് എന്തായാലും 40 ഉണ്ട്. ടീച്ചറിന് 40 മാത്രമാണോ? ടീച്ചറല്ലേ ഇവരെല്ലാം വെയിറ്റ് കൂട്ടിയത്. അപ്പൊ ഇവർക്ക് ഓരോരുത്തർക്കും കൂടിയ വെയിറ്റ് ആരുടെ വെയിറ്റാ? ടീച്ചറിന്റെ വെയിറ്റ്. അതാണ് ആ കഥയിലെ ഒരു ലോജിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഇയാൾക്ക് എത്ര കൂടി? 5 കൂടി. ഇയാൾക്കൂടെ ചേർത്ത് 5 5 10 15 20 25. അപ്പൊ ടോട്ടല് എത്ര കൂടി? എക്സ്ട്രാ കൂടിയത് 25. അപ്പൊ ആ കൂടി 25 ആരുടെ? ടീച്ചറിൻ്റെത്. അപ്പൊ ടോട്ടൽ ടീച്ചറിന്റെ വെയിറ്റ് എത്രയാണ്? 65. നമ്മൾ നേരത്തെ ചെയ്തപ്പം ഈ ഒരു സ്ക്രീൻ ഫുള്ള് നിറഞ്ഞിരുന്ന സാധനം നമുക്കിപ്പോ ഒറ്റ സ്റ്റെപ്പില് കിട്ടി. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡ് അല്ലേ ഏറ്റവും എളുപ്പം. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് മനസ്സിലാവാത്തിൽ ഒന്നുകൂടെ ബാക്ക് അടിച്ചിട്ട് ചെയ്യാം. ഓക്കെ, നമ്മള് ലോജിക്ക് പഠിക്കുന്നു. ഇപ്പൊ നിങ്ങൾ വാച്ച് ചെയ്തു. പക്ഷെ ഒരു 2-3 ചോദ്യം കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾ പോസ് ചെയ്യുക. ഈ ഒരു ഡീവിയേഷൻ മെത്തേഡ് വെച്ച് നിങ്ങളെ ബ്രെയിൻ വർക്ക് ചെയ്യണം. നമ്മൾ എപ്പോഴാണ് ഇമ്പ്രൂവ് ആവുന്നത്? വീഡിയോ ക്ലാസ് കണ്ടുകൊണ്ടൊന്നും ഇമ്പ്രൂവ് ആവില്ല. വീഡിയോ ക്ലാസ് വെറും പഠിപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ. നമ്മളായിട്ട് ചെയ്തു നോക്കണം. ഈ വീഡിയോ ക്ലാസ് അണച്ചു ഈ ഒരു ലോജിക്ക് കണ്ട് പഠിച്ചിട്ട് വീഡിയോ ക്ലാസ് അണച്ചു എന്നിട്ട് ഒരു വർക്ക്ഷീറ്റ് എടുക്കുക. ഒരു 100 ക്വസ്റ്റ്യൻ നടക്കുന്ന ആവറേജിന്റെ വർക്ക്ഷീറ്റ്. പിനാക്കളുടെ ടെക്സ്റ്റ് കാണും, ഗഗൻ പ്രതാപിന്റെ ടെക്സ്റ്റ് കാണും, ആദിത്യ രഞ്ജന്റെ വർക്ക്ഔട്ട് സെഷൻ കാണും. ഇവരെ എല്ലാവരെയും മെറ്റീരിയൽ കളക്ട് ചെയ്യുക, തനിയെ ഇരുന്ന് ചെയ്യുക. ഇതിലെ ഇതാവുള്ളൂ. ഡൗട്ട് വരുന്നത് നിങ്ങളുടെ സാറന്മാരടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിക്കുക, ക്ലിയർ ചെയ്യുക, സെറ്റാക്കുക. അല്ലാണ്ട് വേറെ എളുപ്പ വഴിയൊന്നുമില്ല. ഓക്കെ, വർക്ക്ഔട്ട് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ക്വസ്റ്റ്യൻസ് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഇ 65 ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. വായിച്ചു നോക്കാം. ദി ആവറേജ് വെയിറ്റ് ഓഫ് 5 സ്റ്റുഡൻസ്. 5 സ്റ്റുഡൻസിന്റെ ആവറേജ് വെയിറ്റ് എന്താണ്? 38 ആണ്. ക്ലാസ്. ഇഫ് 1 സ്റ്റുഡന്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ 1 സ്റ്റുഡന്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ ടീച്ചർ. ഇവിടെ എന്താണ് നടക്കുന്നത്? റീപ്ലേസ്മെന്റ് ആണ് മക്കളെ നടക്കുന്നത്. റീപ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ഒരാൾ പോയിട്ട് വേറൊരാൾ വരാണ്. ഇപ്പൊ ഒരു സ്റ്റുഡന്റ് പോയിട്ട് എന്ത് ചെയ്യാണ്? ടീച്ചർ വരാണ്. അങ്ങനെ നടന്നപ്പോ എന്ത് ചെയ്തു? ആവറേജ് വെയിറ്റ് റൈസസ് ബൈ 4 എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? 38 ആയിരുന്ന ആവറേജ് എന്തായി? 42 ആയി. ടീച്ചർ വന്നപ്പോ 5 പേരുണ്ടായിരുന്നു. സ്റ്റിൽ ഞാൻ ആ വിരലുകൾ വെച്ച് പറയാം. 5 പേരുള്ളതുകൊണ്ടാണ് നമുക്ക് വിരൽ പറയാൻ പറ്റുന്നത്. 10 കൂടുതൽ പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റില്ല. ഓക്കെ, അപ്പം നിങ്ങളിപ്പോ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഫിംഗർ വെച്ച് റെപ്രസെന്റ് ചെയ്ത് തരുന്നത്. 5 പേരുണ്ടായിരുന്നു. എല്ലാവർക്കും എത്ര വെച്ച്? 38 വെച്ച്. ഒരാൾ പോയി, ഇയാളങ്ങ് പോയടെ. ഇയാള് പോയിട്ട് ആര് വന്നു? പുറത്ത് തമ്പു. ഇയാള് വന്നപ്പോ സംഭവിച്ചത് എന്താണ്? ആൾക്കാർ ചേഞ്ച് ഉണ്ടോ? ഇല്ല, ആൾക്കാർ ചേഞ്ച് ഇല്ല. പക്ഷെ എന്ത് സംഭവിച്ചു? ആവറേജ് ഇൻക്രീസ് ചെയ്തു. 38 എന്നുള്ളത് എന്തായി? 42 ആയി. 38 എന്നുള്ളത് 42 ആയി. അപ്പം വന്ന ആൾക്ക് എന്തായാലും 42 ആണില്ലേ? അത് ഞാൻ എന്താ ബോർഡിൽ എഴുതാം. വന്ന ആൾക്ക് എന്തായാലും 42 കാണും. പിന്നെ എന്തുകൂടെ കാണും? വന്ന ആൾക്ക് 42 ആണ്. ഇവർക്കെല്ലാം 38 വെച്ചേ ഉള്ളൂ. നേരത്തെ ഉള്ള 38 തന്നെ ഉള്ളൂ. ഓക്കെ, അവര് അതിന്റെ ഇടയ്ക്ക് പോയി ഫുഡൊന്നും കഴിച്ചില്ല. ഓക്കെ, അപ്പൊ ഇവർക്ക് എന്ത് വെച്ച് കൂടും? 4 വെച്ച് കൂടും. 4 4 8 12 11. അപ്പൊ എത്രയും കൂടെ കൂടും? 16 കൂടെ കൂടും മക്കളെ. 16 കൂടെ കൂടും. 16 കൂടെ കൂടുമ്പം ഈ വന്ന ടീച്ചറിന്റെ വെയിറ്റ് എത്രയാണ്? 42 പ്ലസ് 16. 42 പ്ലസ് 16 എത്ര കിട്ടും? 8 58 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻസ് ഓക്കെ, ഓപ്ഷൻസ് എറർ ആണ്. ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് എറർ ആണ്. ഓപ്ഷൻസ് നിങ്ങൾ നോക്കണ്ട, ആൻസർ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതാണെന്ത്? ഈ ഒരു ഡീവിയേഷൻ മെത്തേഡ് വെച്ച് ഈ ഒരു ചോദ്യം ചെയ്യാനുള്ള ചോദ്യം.
മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത്? അവിടെ എന്താണ് 5 പേരില്ല, കൂടേണ്ടത് എത്ര പേർക്ക് മാത്രമാണ്? 4 പേർക്ക് മാത്രമാണ്. അപ്പൊ അത്രയും മാത്രം കൂടിയാൽ മതി. ആ കൂട്ടിയതാരാ? ആ റീപ്ലേസ് ചെയ്ത ടീച്ചർ, ആ ഒരു. ഓക്കെ, പുള്ളി നമ്മളെ സ്റ്റെപ്പുകളൊന്നും തന്നെ എഴുതുന്നില്ല, എന്താണ് നമ്മുടെ മൈൻഡിലിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ടൈം പെട്ടെന്ന് നമ്മൾ ഇതിൽ ഒരു മാസ്റ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ടക്കനെ ഉത്തരം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മൂന്നാമത്തെ ചോദ്യം. ദി ആവറേജ് വെയിറ്റ് ഓഫ് 62 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. 62 സ്റ്റുഡൻസിന്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 54 ആണ്. ഇഫ് ദ ടീച്ചർ ഈസ് ഇൻക്ലൂഡഡ്, ദി ആവറേജ് റൈസസ് ബൈ 3. ആവറേജ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പൊ ടീച്ചർ ആണെന്ത് അവിടെ ആ ഒരു ചോദ്യത്തിൽ ടീച്ചർ എന്ന് പറയുന്ന ആളാണെന്ത് ആ ഒരു 62 സ്റ്റുഡൻസിന്റെയും ആവറേജ് കൂട്ടുന്നത്. ഓക്കെ, ടീച്ചർ വന്നു കഴിഞ്ഞപ്പോ എന്തായി? ആവറേജ് എന്നുള്ളത് 54 57 ആയി, 3 കൂടി. അപ്പൊ ടീച്ചറിന് എന്തായാലും 57 കാണും. ടീച്ചറിന് എന്തായാലും 57 കാണും. അതുപോലെ ടീച്ചർ എന്ത് ചെയ്തു? ബാക്കിയുള്ള 62 സ്റ്റുഡൻസിനും 3 വെച്ച് കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറിന് ഇത്രയും കൂടെ കാണും? 57 കാണും. അതുപോലെ തന്നെ 186 കൂടെ കാണും. 186. ഓക്കെ, അപ്പൊ ആൻസർ എത്ര വരും? 243. ഓപ്ഷൻ സി. 243 ഓപ്ഷൻ സി എന്ത് കിട്ടും? ആൻസർ ആയിട്ട് കിട്ടും. അപ്പൊ നമ്മൾ എടുത്തെന്താണ്? ടീച്ചർ വന്നു കഴിഞ്ഞപ്പോ എന്താണ് ടീച്ചർ അവിടെ ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത്? എന്താണ്? നേരത്തെ ഉണ്ടായിരുന്നവർക്ക് 3 കൂട്ടും, ടീച്ചറിന് പുതിയതും കാണും. ഓക്കെ ആണേ. അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നമ്മൾ ഈ ഒരു സെഷനിൽ 10 ചോദ്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ചോദ്യങ്ങൾ അടുത്ത പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം അടുത്ത ഇതിലോട്ട് പോവാം. ദി ആവറേജ് വെയിറ്റ് ഓഫ് 64 സ്റ്റുഡൻസ്. 64 സ്റ്റുഡൻസ്, സോറി 30. ആവറേജ് വെയിറ്റ് ഓഫ് 34 സ്റ്റുഡൻസ് ആണ്. 34 സ്റ്റുഡൻസിന്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 42 ആണ്. ടീച്ചർ വന്നപ്പോ എന്ത് ചെയ്തു? ഇവിടെ 400 ഗ്രാം കൂടി മക്കളെ. 400 ഗ്രാം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കിലോ അല്ല, ഗ്രാം ആണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് തെറ്റാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണത് ഈ യൂണിറ്റ് വെച്ചിട്ട്. അപ്പൊ ഗ്രാം ആണെന്ന് നോക്കുക. ഓക്കെ, അപ്പം ആവറേജ് 400 ഗ്രാം കൂടി. അപ്പൊ 42 ഉണ്ടായത് എന്തായി? 42.4 ആയി. ഓക്കെ, 400 ഗ്രാമിനെ കിലോയിലോട്ട് മാറ്റുകയാണെങ്കിൽ 0.4 അല്ലേ? അപ്പൊ എന്തായി? 42.4 ആയി. ഓക്കെ, ഇനി നോക്കിക്കേ, ആ ഒരു ടീച്ചർ ചെയ്ത ദൗത്യം എന്താണ്? ടീച്ചർ ബാക്കിയുള്ള എല്ലാവർക്കും 400 ഗ്രാം വെച്ച് കൂട്ടി, അതായത് 0.4 വെച്ച് കൂട്ടി. 0.4 വെച്ച് എത്ര പേർക്ക്? 34 സ്റ്റുഡൻസ് ഇല്ലടാ. അപ്പൊ 34 സ്റ്റുഡൻസിനും എന്ത് കൂട്ടി? 400 ഗ്രാം വെച്ച് കൂട്ടി. ഓക്കെ, 0.4 എന്ന് വെച്ചാൽ എത്രയാണ്? 0.4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2/5 ആണ്. അത് നമുക്കറിയാം. ഓക്കെ, 0.4 എന്ന് വെച്ചാൽ 2/5 അല്ലെങ്കിൽ 4 വെച്ച് മൾട്ടിപ്ലൈ. ഇരട്ടിയുടെ ഇരട്ടി, ആ 34ന്റെ ഇരട്ടി 68, 68ന്റെ ഇരട്ടി 60ന്റെ ഇരട്ടി 120, 8ന്റെ ഇരട്ടി 16, അപ്പൊ 136. ഓക്കെ, ഒരു ഡെസിമൽ ഇല്ലേ? ഒരു ഡെസിമൽ ഉള്ളതുകൊണ്ട് 42.4 പ്ലസ് 13.6 എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാന്ന് കിട്ടും? നമ്മുടെ ഉത്തരം 67. ഓക്കെ, 0.4 43 13 43 എത്ര കിട്ടും? 56 എന്ന് കിട്ടും. 43 13 56. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണെന്ത് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇങ്ങനെ ഈ ഒരു അപ്രോച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ദി ആവറേജ് ഏജ് ഓഫ് 6 വർക്കേഴ്സ്. 6 വർക്കേഴ്സിന്റെ ആവറേജ് ഏജ് എത്രയാണ്? 37 ആണ്. ആവറേജ് ഏജ് ഓഫ് 6 വർക്കേഴ്സ് ഇൻ എ കമ്പനി ഈസ് 37. ഇഫ് എ ന്യൂ വർക്കർ ഈസ് എംപ്ലോയ്ഡ്, ഒരു പുതിയ എംപ്ലോയി വന്നു കഴിഞ്ഞാൽ, ഒരു വർക്കർ വന്നു കഴിഞ്ഞാൽ ആവറേജ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ആവറേജ് 2 കുറയും. ഇത്രയും നേരം കൂടുന്ന കണക്ക് ഇപ്പൊ എന്ത് ചെയ്തു? ഒരാൾ വന്നപ്പോൾ ആവറേജ് കുറഞ്ഞു. അപ്പൊ വന്ന ആൾക്ക് എന്തായാലും കുറവായിരിക്കും. ഓക്കെ, 35 എന്തായാലും കുറവായിരിക്കും. പിന്നെ കുറയ്ക്കുകയാണ് ചെയ്തത്. കുറയ്ക്കുന്നോണ്ട് മൈനസ് അയാൾ എത്ര കുറയ്ക്കുന്നു? 6 വർക്കേഴ്സിനും 2 വെച്ച് കുറയ്ക്കുന്നു. അപ്പൊ 6 × 2 12 കുറയ്ക്കുന്നു. അപ്പൊ 35ന്ന് 12 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 23. അപ്പം ആ വന്ന ആൾക്ക് എത്ര വയസ്സായിരിക്കും? 23 ആയിരിക്കണം. സിമ്പിൾ ലോജിക്ക്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള അപ്രോച്ച് നടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. 6ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. 6ാമത്തെ ചോദ്യം. ദി ആവറേജ് വെയിറ്റ് ഓഫ് 10 മെമ്പേഴ്സ് ഇൻ എ ഫാമിലി. ഓക്കെ, 10 മെമ്പേഴ്സിന്റെ ഒരു ഫാമിലിയിൽ 10 മെമ്പേഴ്സ് ഉണ്ട്. അവരുടെ ആവറേജ് വെയിറ്റ് എന്ത് ചെയ്തു?
2.5 കിലോഗ്രാം ഇൻക്രീസ് ചെയ്തു. 2.5 കിലോഗ്രാം ഇൻക്രീസ് ചെയ്തു. എപ്പോഴാ? when a new member comes in place of one of them. നേരത്തെ ഉണ്ടായിരുന്ന ഒരാളെ റീപ്ലേസ് ചെയ്ത് വേറൊരാൾ വന്നപ്പോഴാണ് എന്ത് ഈ ഒരു വെയിറ്റ് കൂടിയത്. ഓക്കെ, ആ റീപ്ലേസ് ചെയ്ത ആളുടെ വെയിറ്റ് എത്രയാണ്? 70. അപ്പൊ 70 ഉണ്ടായിരുന്ന ഒരാൾ പോയിട്ട് വേറൊരാൾ വന്നു, അപ്പൊ എന്ത് ചെയ്തു? ആവറേജ് കൂടി. നോക്കിക്കേ മക്കളെ, ഇവിടെ ഒരു കീ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. മൂന്ന് പേര് അവരുടെ ആവറേജ് 50. അവരുടെ കൂട്ടത്തിലേക്ക് ഒരാളുടെ ആഡ് ചെയ്യണം, ഒരാളുടെ വന്ന് ചേരണം, അവർ കമ്പനി കൊടുക്കാനായിട്ട്. അയാൾക്ക് 50 ആണെങ്കിൽ ആവറേജ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അതാണ് അവിടുത്തെ കീ പോയിന്റ്. ആവറേജ് ആ സെയിം സാധനം തന്നെ ആണെങ്കിൽ വന്ന ആൾക്കും ആ സെയിം വെയിറ്റ് അല്ലെങ്കിൽ ഏജ് ആണെങ്കിൽ വ്യത്യാസമൊന്നും. ഇനി ഒരാളെ പോകുന്നെന്ന് വയ്ക്കാം, ഒരാൾ പോവുകയാണെങ്കിൽ 50 ഉള്ള ഒരാൾ പോവുകയാണെങ്കിൽ ആ ഒരു വ്യത്യാസം ആവറേജ് കാണിക്കില്ല. ഓക്കെ, ഇനി അതേപോലെ റീപ്ലേസ് ചെയ്യുമ്പോഴോ 50 ഉള്ള ഒരാൾ പോയിട്ട് 50 ഉള്ള ഒരാൾ വരുന്നു, അല്ലെങ്കിൽ 70 ഉള്ള ഒരാൾ പോയിട്ട് 70 ഉള്ള ഒരാൾ വരുന്നു, അങ്ങനെയാണെങ്കിൽ ആവറേജ് വ്യത്യാസം വരും? ഇല്ല. ഇവിടെ ആവറേജ് കൂടുന്നു മീൻസ് റീപ്ലേസ്മെന്റ് നടക്കുന്നു. ഈ 70 ഉള്ള ഒരാൾ പോയിട്ട് 70 ഉള്ള ഒരാൾ തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആവറേജിൽ വ്യത്യാസം വരും? ഇല്ല. അതാണ് അവിടുത്തെ പോയിന്റ്. ഓക്കെ, അപ്പം 70-ന് പകരം 70-നെ കാട്ടി എത്രയോ കൂടുതലുള്ള ഒരാൾ വന്നു. അതുകൊണ്ടാണ് എന്ത് ആവറേജ് കൂടിയത്, 2.5 കിലോഗ്രാം കൂടി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ 70 എന്തായാലും കാണോ അയാൾക്ക്, അതിന്റെ കൂടെ എത്രയും കൂടെ കാണും? 2.5 വെച്ച് കൂടണം. എത്ര പേർക്ക്? 10 പേർക്ക്. 2.5 വെച്ച് 10 പേർക്ക് കൂടണമെങ്കിൽ 25 എക്സ്ട്രാ അയാളുടെ കാണും. അപ്പൊ അയാളുടെ ടോട്ടൽ വെയിറ്റ് എത്ര? 95. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ലോജിക്ക് എന്താണ്? ലോജിക്ക് മുഖ്യമാണ് വീല്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ലോജിക്ക് നോക്കി വെച്ചേക്കുക. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഡി 95. ഓക്കെ, 7ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. 7ാമത്തെ ചോദ്യം, ദി ആവറേജ് ഏജ് ഓഫ് എ ക്ലാസ് ഈസ് 20 years. ഓക്കെ, ഒരു ക്ലാസിന്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 20 ആണ്. ആൻഡ് 1 ന്യൂ സ്റ്റുഡന്റ് ജോയിൻ ദ ക്ലാസ്. ഒരു പുതിയ സ്റ്റുഡന്റ് എന്ത് ചെയ്യുന്നു? ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാണ്. ഒരു പുതിയ സ്റ്റുഡന്റ് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യാണ്. Then the average age of class increased by 1 year. Okay, average age എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. 1 year ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇനിഷ്യൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആദ്യമേ എത്ര ഉണ്ടായിരുന്നു? 28 ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമേ 28 പേരുടെ ആവറേജ് എത്രയാണ്? 20 ആയിരുന്നു. പിന്നെ ഒരാളൂടെ വരുന്നു, അതാണ് കഥ തിരിച്ചിട്ടേക്കുന്നു, അത്രേ ഉള്ളൂ. ഒരാളൂടെ വന്നപ്പോ എന്ത് ചെയ്തു? ആവറേജ് ഒന്നുകൂടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തായാലും എന്ത് കാണും? 29 കാണും, അല്ലെ? ഒന്നുകൂടിയ ആവറേജ് എന്തായാലും കാണും. അയാൾ അതുപോലെ ചെയ്യുന്ന പരിപാടി എന്താണ്? ഈ 28 പേർക്കും, ഇനിഷ്യലി ഉണ്ടായിരുന്ന 28 പേർക്കും 1 കൂട്ടണം. അപ്പൊ 28 ഇൻറ്റു 1 അയാൾക്ക് കൂടെ കാണും. ഓക്കെ, അപ്പൊ എന്താണ്? 29 കാണും, അതിന്റെ കൂടെ 28 കാണും. അപ്പൊ അയാൾക്ക് എത്ര കാണും? 757. ഓക്കെ, അപ്പൊ ആ ഒരു ആളിന് സോറി ഇവിടെ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഒരു മിനിറ്റ്. 28 പേരുടെ ആവറേജ് എത്രയായിരുന്നു? 20 ആയിരുന്നു. ആവറേജ് 1 കൂടി. അപ്പൊ വന്ന ആൾക്ക് എന്തായാലും 21 കാണും. വന്ന ആൾക്ക് 21 ആണ്. ഞാൻ നേരത്തെ 28 അത് നമ്മുടെ നമ്പർ ഓഫ് പേഴ്സൺ ആണ്, അത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പം 21 എന്തായാലും വന്ന ആൾക്ക് കാണും. അതുപോലെ എന്ത് കാണും? വന്ന ആള് ചെയ്ത ദൗത്യം എന്താണ്? ഈ 28 പേർക്കും ഓരോന്ന് വെച്ച് കൂട്ടി. അപ്പൊ 28 ഇൻറ്റു 1 കൂടെ കൂട്ടി. അപ്പൊ 28 കാണും, അതുപോലെ 21. ടോട്ടൽ എത്ര? 49 കാണും ആളിന്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 49. തെറ്റി പോരുത്, എല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പം 8ാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. ഈ ഒരു ചോദ്യം വായിച്ചു നോക്കാം. ദി ആവറേജ് വെയിറ്റ് ചോദ്യമാണ്. ആവറേജ് വെയിറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ ആണ്. സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ ഈസ് 38. ഓക്കെ, ഒരു സ്കൂളിലെ സ്റ്റുഡൻസിന്റെ ആവറേജ് വെയിറ്റ് എന്താണ്? 38 ആണ്. ഇഫ് 1 ന്യൂ സ്റ്റുഡന്റ് ജോയിൻ ദ ക്ലാസ്, ഒരു പുതിയ സ്റ്റുഡന്റ് എന്ത് ചെയ്യാണ്? ക്ലാസ് ജോയിൻ ചെയ്യാണ്. ജോയിൻ ചെയ്യുമ്പോൾ എന്താവും? ആവറേജ് 2 കിലോഗ്രാം ഇൻക്രീസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആവറേജ് എത്ര ആവും? 40 ആവണം. പുതിയ ആവറേജ് 40. ഇത്രയും എല്ലാവർക്കും ഓക്കെയാണ്. ഇഫ് ദി വെയിറ്റ് ഓഫ് ന്യൂ സ്റ്റുഡന്റ്, ആ വന്ന് ചേർന്ന ന്യൂ സ്റ്റുഡന്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 50. അപ്പൊ പുതിയ ആവറേജ് 40 ആണ്. അപ്പൊ ഒരു 10 എക്സ്ട്രാ ഇല്ലേ?
ഒരു 10 എക്സ്ട്രാ ഉണ്ട് അയാളുടെ കയ്യിൽ. ആ 10 എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത്? മക്കളെ നമ്മൾ നേരത്തെ ചോദ്യം വെച്ചൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കിയേ. ആ 10 എന്തിന് യൂസ് ചെയ്യും? ബാക്കിയുള്ളവരുടെ ആവറേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. എത്ര വെച്ച് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി? 2 വെച്ച് ഇൻക്രീസ് ചെയ്യാം. അപ്പൊ 10 എന്തിന് യൂസ് ചെയ്യും? 10 2 വെച്ച് എത്രയോ സ്റ്റുഡൻസിന് ആവറേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എടുക്കും. അപ്പൊ ഇങ്ങനെയല്ലേ എഴുതുന്നത് നമ്മള്. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര വരും? ഇതിന്റെ വാല്യൂ 5 വരും. അപ്പം ഈ 5 എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ ഉള്ള സ്റ്റുഡൻസിന്റെ എണ്ണം. ഇപ്പോഴത്തെ സ്റ്റുഡന്റിന്റെ എണ്ണമാണെങ്കിൽ ഒന്നുകൂടെ കൂടും, 6. ഓക്കെ, ഇതെന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ? ഡീവിയേഷൻ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോജിക്കാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യാൻ പറ്റുന്ന രീതി. അതേസമയം ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് അലിഗേഷൻ മെത്തേഡ് വെച്ച് ചെയ്യാം. അലിഗേഷൻ മെത്തേഡ് പറഞ്ഞുതരാം. അലിഗേഷൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? 2 സാധനങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ഒരാൾ വരുന്നു. ഇവിടെ ഇപ്പൊ എന്താണ്? ആദ്യമേ എത്രയോ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അറിയില്ല, അവരുടെ ആവറേജ് 38 അല്ലേ. പിന്നീട് ഒരാളൂടെ വരുന്നു, അയാളുടെ വെയിറ്റ് 50 മീൻസ് അയാളുടെ ആവറേജ് എന്താണ്? 50. അവിടെ ഈ 2 പേരും കൂടിച്ചേരല്ലേ, മിക്സിംഗ് അല്ലേ നടക്കുന്നത്. ആ 2 പേരെയും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആവറേജ് എന്തായി? 40 ആയി. ആ ആവറേജ് എന്ത് ചെയ്യും? ടോട്ടൽ ആവറേജ് എന്ത് ചെയ്യും? 40 നടുക്ക് എഴുതും. അലിഗേറ്റ് ചെയ്യുന്ന വലുതെന്ന് ചെറുത് കുറയ്ക്കുക. 40 38 കുറയ്ക്കുക, എത്ര കിട്ടും? 2 കിട്ടും. 50 40 കുറയ്ക്കുക, 10 കിട്ടും. അപ്പൊ റേഷ്യോ എന്ത് കിട്ടും? 5:1. അതായത് 38 ആവറേജ് ഉള്ള 5 റേഷ്യോ ആൾക്കാരുണ്ട്, 50 ആവറേജ് ഉള്ള ഒരു റേഷ്യോ. 50 ആവറേജ് ഉള്ള ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ കറസ്പോണ്ടിങ് റേഷ്യോ എത്രയാണ്? 1. അപ്പൊ 38 ആവറേജ് വെയിറ്റ് ഉള്ള 5 പേരുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഇ 5. ഓക്കെ, 9ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. 9ാമത്തെ ചോദ്യം, ദി ആവറേജ് വെയിറ്റ് ഓഫ് എ ക്ലാസ് ഈസ് 40 കിലോഗ്രാം. ആവറേജ് ഒരു ക്ലാസ്സിലെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 40 kg ആണ് എന്ന് തന്നിട്ടുണ്ട്. 40 kg ആണ് ആവറേജ് വെയിറ്റ്. ഇഫ് two new students joined the class with the weight of 64 and 80 kilogram respectively. പുതിയ 2 സ്റ്റുഡൻസ് ജോയിൻ ചെയ്യാണ് ക്ലാസ്സിലോട്ട്. ഓക്കെ, അവരുടെ വെയിറ്റുകൾ തന്നിട്ടുണ്ട്. ഈ 40 ആവറേജ് വെയിറ്റ് ഉള്ള ക്ലാസ്സിലോട്ട് 40 ഉള്ള 2 പേരും ഒന്നും വ്യത്യാസമില്ല, കൂടെ ഇല്ല കുറയില്ല, 40 തന്നെ ആയിട്ടിരിക്കും. പക്ഷെ ഇവിടെ എന്താണ്? ഒരാൾക്ക് 40 അല്ല 24 കൂടുതൽ, 64 ആണ്. അപ്പൊ 24 കൂടുതലാണ്. മറ്റേ ആൾക്കോ ഒരു 40 കൂടുതലാണ്. അപ്പൊ ഈ ടോട്ടൽ ആയിട്ടുള്ള 64 കൂടുതൽ നമ്മുടെ ആവറേജിനെ അഫക്ട് ചെയ്യും. ആവറേജ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള കാര്യം അല്ലെ. അപ്പൊ ഈ 64 വീതിച്ചു കൊടുക്കാണ്, ആവറേജ് വീതിച്ചു കൊടുക്കാണ്. ആവറേജ് എത്രയോ പേർക്ക് 3.2 വെച്ച് വീതിച്ചു കൊടുക്കാണ്. അപ്പൊ ഈ 32 ആണ് വീതിച്ചു കൊടുക്കുന്നത്. 64 വീതിച്ചു കൊടുക്കാണ്. 64 3.2 വെച്ച് എത്രയോ പേർക്ക് വീതിച്ചു കൊടുക്കാണ്, എക്സ് പേർക്ക്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോഴുള്ള ആൾക്കാർ. കാരണം എന്താണ്? നമ്മൾ എടുത്തേക്കുന്നത് 40 ആയിരുന്നു ആവറേജ്, വന്നവർക്കും 40 ആണ്. പക്ഷെ നമ്മുടെ ഒരു അസംഷൻ വെച്ചിട്ട് വന്ന 2 പേർക്കും എന്താണ്? ഈ പറഞ്ഞ 40 ആണ്. പക്ഷെ എന്താണ്? യഥാർത്ഥത്തിൽ 40 അല്ല, 24 കൂടുതലാണ്, 40 കൂടുതലാണ്. രണ്ടും കൂടെ ചേർത്ത് 64 കൂടുതലാണ്. ആ 64 എന്ത് ചെയ്യണം? വീതിച്ചു കൊടുക്കണം, എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം. നമുക്ക് അവിടെ എത്ര പേരുണ്ടെന്ന് അറിയില്ല സ്റ്റിൽ, പക്ഷെ നമുക്കറിയാം എന്ത്? ആവറേജ് ഇൻക്രീസസ് ബൈ 3.2 ആണ്. അപ്പൊ 3.2 into x ആണ് എന്ത്? ടോട്ടൽ ആ കൂടിയത്. അപ്പം 64/3.2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എത്ര കിട്ടൂടാ? 20 എന്ന് കിട്ടും. 20. ഈ 20 എന്താണ്? ഇപ്പോഴുള്ള സ്റ്റുഡൻസിന്റെ എണ്ണം. അതായത് നമ്മൾ ചോദിച്ചിരിക്കുന്ന ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് ആഫ്റ്റർ 2 സ്റ്റുഡൻസ് ജോയിൻഡ് എന്ന് പറയുമ്പോൾ എത്ര തന്നെ വരും? 20. അതേസമയം ബിഫോർ 2 സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ ഒരു 2 കൂടെ കുറച്ച്. ഓക്കെ, അപ്പൊ ഈസിയസ്റ്റ് അപ്രോച്ച്, ഏറ്റവും ഫാസ്റ്റസ്റ്റും ഈസി എന്ന് പറയാൻ പറ്റില്ല, പഠിക്കുന്നതാണെങ്കിൽ ഇരിക്കും നമുക്ക് ഈസി ആവുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഈസിയസ്റ്റ് അപ്രോച്ച് ആണത് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സെഷനിലെ ഫൈനൽ ചോദ്യത്തിലോട്ട് പോവാം. Average of 11 numbers is 40. The average of first 5 numbers in average എന്താണ്? 45 ആണ്. And that of last 5 numbers is 38. Last 5 numbers എന്താണ്? 38. അപ്പൊ ഇതൊരു ഗ്രൂപ്പാണ്, 11 നമ്പേഴ്സ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. അതിൽ ആദ്യത്തെ 5 നമ്പേഴ്സ്, ഫസ്റ്റ് 5 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, ലാസ്റ്റ് 5 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, മിഡിലായിട്ട് ഒരു നമ്പർ ഉണ്ട്. മിഡിലായിട്ട് ഒരു നമ്പർ ഉണ്ട്, മിഡിൽ ടേം. ഓക്കെ, അപ്പം ആദ്യത്തെ 5 നമ്പറിന്റെ ആവറേജ് 45 ആണ്. ഇവിടത്തെ ആവറേജോ 38. ഇവിടുത്തെ നമ്പർ നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്.
നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒറിജിനൽ ആവറേജ് വെച്ച് ഡീവിയേഷൻ എടുത്തു കഴിഞ്ഞാൽ നെറ്റ് ഡീവിയേഷൻ എന്തായിരിക്കും? നെറ്റ് ഡീവിയേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഒറിജിനൽ ആവറേജ് വെച്ച് ഡീവിയേഷൻ എടുത്തു കഴിഞ്ഞാൽ നെറ്റ് ഡീവിയേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ ഒരു കാര്യം നമ്മൾ ഏത് ഉറക്കത്തെ വിളിച്ചു ചോദിച്ചാലും അറിഞ്ഞിരിക്കണം. ഏത് ഉറക്കത്തെ വിളിച്ചു ചോദിച്ചാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. ആദ്യത്തെ കാര്യം പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 11 നമ്പേഴ്സിന്റെ ആവറേജ് 40 ആണ്. അപ്പൊ ഇവിടുത്തെ ഒറിജിനൽ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 40 ആണ്. അപ്പൊ 40 വെച്ച് ഡീവിയേഷൻ എടുത്ത് നോക്കാം. ഡീവിയേഷൻ ഇവിടെ എടുത്ത് നോക്കുമ്പോൾ കൂടുതലാണ്, 5 കൂടുതലാണ്. 5 കൂടുതൽ, അങ്ങനെ 5 പേർക്ക്. ഇവിടെ ആണെങ്കിലോ 2 കുറവാണ്, അങ്ങനെ 5 പേര്. ഇവിടുത്തെ ഡീവിയേഷൻ നമുക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് എക്സ് എന്ന് എടുക്കാം. പ്ലസ് എക്സ് എന്ന് എടുക്കാം. കുഴപ്പമില്ല, കുറവായാലും കൂടുതലായാലും സൈൻ അവിടെ കാണിക്കുമല്ലോ. ഓക്കെ, അപ്പം ഇവിടുത്തെ നെറ്റ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ 25 പ്ലസ് എക്സ് മൈനസ് 10 എന്ന് പറയുന്നത് എന്താണ്? 0. നെറ്റ് ഡീവിയേഷൻ 0 എന്ന് വെച്ചാൽ ഈ ഡീവിയേഷൻ എല്ലാം കൂടെ. അപ്പൊ എക്സ് എത്രയാന്ന് കിട്ടും? അതിൽ നിന്ന് എക്സ് -15 എന്ന് കിട്ടും. ഇവിടെ ആവറേജ് 40 അല്ല, 40 നിന്ന് 15 കുറവ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 25 ആവും. അവിടെ ഒരാളല്ലേടാ ഉള്ളൂ. അപ്പൊ ഒരാളുടെ ആവറേജ് 25 വെച്ചാൽ അയാൾ എത്രയാണ്? 25. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആവറേജ് 25 എന്ന് കിട്ടി. ഇതാണെന്ത് ഇതിന് പിന്നിലെ ലോജിക്ക്. ഇത് പഠിക്കാൻ ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്? ഒരു നോൺ ഓവർലാപ്പിംഗ് കണ്ടീഷൻ എന്ന് പറയും. നോൺ ഓവർലാപ്പിംഗ് കണ്ടീഷൻ എന്ന് പറയാം. ഇത് 2 ടൈപ്പ് ചോദ്യമുണ്ട്. ഓവർലാപ്പിംഗ് കണ്ടീഷൻ വരുന്ന ചോദ്യവും നോൺ ഓവർലാപ്പിംഗ് വരുന്ന കണ്ടീഷൻ. ഈ ഒരു ചോദ്യം എന്താണ്? നോൺ ഓവർലാപ്പിംഗ് കണ്ടീഷൻ ആണ്. നോൺ എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് മീനിങ്. നോൺ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീവിയേഷന്റെ സൈൻ എന്ത് ചെയ്യുക? തിരിച്ചിടുക. കിട്ടുന്ന ഡീവിയേഷൻ സൈൻ തിരിച്ചിടുക. ഓക്കെ, അങ്ങനെ ചിന്തിക്കുക. ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള സാധനമല്ലേ? ഓവർലാപ്പ് ചെയ്യുന്നു, നടക്കുന്നു എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള. അപ്പം ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ മാറ്റണ്ട എന്ന് ഓർത്ത് വെച്ചു. കാണാതെ പഠിക്കാനുള്ള ട്രിക്ക്. ഓക്കെ, അപ്പൊ എങ്ങനെ? ആദ്യത്തെ 5 നമ്പേഴ്സിന്റെ ആവറേജ്, ലാസ്റ്റ് 5. ഓക്കെ, അപ്പൊ നിങ്ങൾ കൂടുതൽ ചിന്തിക്കുകയൊന്നും വേണ്ട. മിഡിൽ ടേം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡീവിയേഷൻ എന്താണ്? കൂടുതലാണ്, +25. ഇവിടെ വരുമ്പോൾ -10. അപ്പൊ നെറ്റ് ഡീവിയേഷൻ എത്രയാണ്? +15. നോൺ ഓവർലാപ്പിംഗ് ആയതുകൊണ്ട് തന്നെ ഡീവിയേഷന്റെ സൈൻ എന്ത് ചെയ്യണം? നെഗറ്റീവ് എടുക്കണം എന്ന് പഠിച്ചു. അപ്പം -15. എത്ര നമ്പേഴ്സ് ഓവർലാപ്പ് ചെയ്യുന്ന? ഒറ്റ ഒരു നമ്പർ മാത്രമേ ഓവർലാപ്പ് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ 40 അല്ല, 40 -15/1. കാരണം ഒരെണ്ണം. ഇപ്പം 2 നമ്പർ ഓവർലാപ്പ് ചെയ്യുന്ന ബൈ 2 ചെയ്യണം, കാരണം ആവറേജ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എത്രയാന്ന് കിട്ടും? 25. ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് എളുപ്പത്തിൽ കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്തു പോകും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ചെറിയ സെഷൻ. അപ്പം ഇതുപോലുള്ള ഇപ്പൊ നമ്മള് ബേസിക് ലെവലിൽ തുടങ്ങി വെച്ചതേ ഉള്ളൂ. അപ്പം അടുത്ത സെഷനിൽ നല്ല നല്ല ചോദ്യങ്ങൾ വരും. സപ്പോർട്ട് ചെയ്യുക. നിങ്ങള് വീഡിയോസ്, നിങ്ങളുടെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക. നമ്മളത് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെയാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ. അപ്പം ദയവായിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.